ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നോമ്പ് കാലമാണ്, കൂടാതെ വേനൽക്കാലവും രണ്ടിനും പറ്റിയ ഒരു ഡ്രിങ്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചക്ക കൊണ്ട് നല്ല പോഷക ഗുണവും ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഞാനിവിടെ 1 കപ്പ് നല്ല പഴുത്ത വരിക്കച്ചക്കയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് വൃത്തിയാക്കി മാറ്റിയെടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് 240 ml കപ്പാണ് കേട്ടോ. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർക്കുന്നുണ്ട്. 3-4 ടേബിൾ സ്പൂണൊക്കെ ചേർക്കാം കേട്ടോ. മധുരം കുറഞ്ഞ ചക്കയാണെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കേണ്ടി വരും. മധുരത്തിൻ്റെ അളവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മാറ്റം വരുത്താം. ഇനി ഇതിൽ നമ്മൾ പാലൊഴിച്ചിട്ടാണ് അരച്ചെടുക്കാൻ പോകുന്നത്. നമ്മൾ ചക്ക അളന്നെടുത്ത കപ്പിൽ 1.5 കപ്പോളം പാൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വെള്ളം ചേർക്കാത്ത പാലാണ്. ആദ്യമേ മൊത്തം പാലും ചേർക്കണ്ട, കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ആദ്യമേ മൊത്തം പാൽ ചേർത്താൽ നന്നായിട്ട് അരഞ്ഞ് കിട്ടില്ല. അപ്പം ഞാൻ 1/2 കപ്പ് പാൽ ചേർത്ത് അരച്ചെടുക്കാൻ പോവുകയാണ്. ഇതുപോലെ അരച്ചെടുക്കുക. നല്ല മഷി പോലെ അരഞ്ഞ് കിട്ടണം. ഈ സമയത്ത് നിങ്ങൾക്ക് മധുരം നോക്കാം, കുറവാണെങ്കിൽ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇനി ബാക്കി പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാൻ തണുത്ത പാലാണ് ഒഴിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാല് ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം മിൽക്ക് ഷേക്ക് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി സർവ് ചെയ്യുന്ന ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് ചക്ക അരിഞ്ഞതും കൂടെ ഇട്ടിട്ട് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്ക മിൽക്ക് ഷേക്ക് തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല. നോമ്പ് തുറക്കും വേനൽക്കാലത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്കാണ്. നല്ല പോഷക ഗുണമാണ്. കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.